ഫിലിപ്പിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിന്റെ 21 22 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മോളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുകയാണ്. ദൈവവചനത്തോടുള്ള അവരുടെ താല്പര്യവും അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ളതായ അവരുടെ പ്രാവീണ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഗലാത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടി വായിക്കും. മതി. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പ്രിയ കർത്താവേ, വചനം അങ്ങയുടേത്. അങ്ങയുടെ ആത്മാവിനാൽ ഇത് ഞങ്ങൾക്ക് പിന്നെയും ഒന്നുകൂടെ ദൈവാത്മാവിൽ അങ്ങ് സംസാരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കിയാണ് യേശുവിന്റെ നാമത്തിൽ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് തന്റെ ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷം അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് താൻ വരുമ്പോൾ താൻ വളരെ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ പറയുന്നതായ ഒരു കാര്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് മരിക്കുന്നത് ദൈവസന്നിധിയിൽ ലാഭമായി തീരുക അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുക. അത് വലിയ സന്തോഷമാണ്. എന്നാൽ അതിന് മുൻപുള്ള കാര്യമാണ് നമ്മൾ നോക്കണം. ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ആ മരണം നമുക്ക് വലിയ ലാഭമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യർ ലേഖനത്തിൽ പറയുന്നത്, അതിനുവേണ്ടിയാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ പറ്റൂ. നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇനി ജീവിക്കുന്നത് നാം അല്ല, ക്രിസ്തു അത്രയും നമ്മൾ ജീവിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും അല്ലെങ്കിൽ ആ മരണം കൊണ്ട് ദൈവത്തിന് വലിയ ലാഭമായി തീരുകയും. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് നമുക്ക് വെറുതെ തന്നതാൽ അല്ല, അതിനകത്ത് ദൈവത്തിന് വലിയ ആഗ്രഹം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദൈവദാസനിൽ കൂടെ വളരെ ശക്തമായ നിലയിൽ റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് നമുക്ക് വലിയൊരു പ്രത്യാശയുടെ ഒരു ദിവസമുണ്ട്. നമ്മുടെ ഈ ശരീരമെല്ലാം മാറി നമ്മൾ കർത്താവിനോട് ചേരുന്ന ഒരു ദിവസമുണ്ട്. നമുക്കൊരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ശക്തമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗ്ലോറിഫിക്കേഷൻ ഒക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തു നിമിത്തമായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമായി മാറിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ആകെ തുക ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിനെ സേവിക്കുന്നതും അവനായി ജീവിക്കുന്നതും അവനെ കൊണ്ട് സംതൃപ്തി അടയുന്നതും അവനായി പ്രത്യാശിക്കുന്നതുമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് നാം ഓരോരുത്തരുമായി തീരുവാൻ നമ്മളോട് വളരെ ശക്തമായി ദൈവാത്മാവ് ഈ വാക്യത്തിൽ കൂടെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പൗലോസിന്റെ ജീവിതം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, പൗലോസിന്റെ ജീവിതം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ പൗലോസ് കർത്താവുമായിട്ടുള്ളതായ ആ വലിയൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞ് അന്ന് മുതൽ തന്റെ ജീവിതം നമ്മൾ മുഴുവൻ പഠിച്ചാൽ ക്രിസ്തു നിമിത്തമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ കൂടെ പ്രദർശിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, തന്റെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ളതായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു പൗലോസ് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. നമ്മുടെ ഫിലിപ്പിയ ലേഖനത്തിലേക്കൊക്കെ വരുന്നതായ സമയത്ത് നമ്മുടെ കാണുവാൻ കഴിയുന്നു, എന്റെ ജീവിതത്തിന്റെ ആരംഭം ക്രിസ്തുവാണ്, എന്റെ തുടർച്ച ക്രിസ്തുവാണ്, എന്റെ പ്രതിഫലം ക്രിസ്തുവാണ്, എല്ലാ ആശകളും ക്രിസ്തുവിലാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ ചെയ്തെടുക്കുവാനാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനാണ്. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നമ്മൾ എല്ലാം ഇപ്പോഴും മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരുന്നത്. ഞാൻ ആ ഭാഗം ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യവും നാട്ടിൽ ചെന്നതായ സമയത്ത് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ
പോയി ഒരു മിഷൻ ചലഞ്ച് കൊടുത്തതായ സമയത്ത് പല കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, അങ്ങളെ ക്രിസ്തുവിന് വേണ്ടി എനിക്ക് മരിക്കുവാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല മക്കളെ, നല്ല കാര്യം, പക്ഷേ ആദ്യമേ ചെയ്യേണ്ടത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ. ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്ന ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് അങ്ങനെ ക്രിസ്തുവിനോട് ചേരുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇനി ഞാൻ എന്റെ രണ്ടാം ഭാഗത്തേക്ക് തിരികെയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടി, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതായ അല്ലെങ്കിൽ ഞാൻ കണ്ടതായ ഒരു വലിയൊരു ഉദാഹരണത്തിൽ കൂടി ഞാൻ അതൊന്ന് വെളിപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് അവരുടെ മരണം ലാഭമായി തീരുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ജീവിതം ക്രിസ്തു നിമിത്തമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ ലാഭമുണ്ടായി തീരുവാനിടയായി തീരും. എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തിനു വേണ്ടി ഈ ഭൂമിയിലാക്കിയിരിക്കും. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തതിന്റെ ബാക്കി പ്രവൃത്തി ചെയ്യുവാനാണ് എന്നെ നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ആ ഒരു വലിയൊരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് ഈ രക്ഷണീയ പ്രവൃത്തി ഈ ഭൂമി ചെയ്തപ്പോൾ, കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് പകരമായി ഒരു ദൂതന്മാരെ ഇവിടെ ഏൽപ്പിച്ചില്ല, നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ രക്ഷണീയ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളതായ വലിയ ദൗത്യം എന്നെയും നിങ്ങളെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ദേശത്ത് പാർക്കുന്നതായ നിങ്ങളെ സംബന്ധിച്ചോളം ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദേശം കാണുവാൻ, അനേക ക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയായി തീരണം. ഇപ്പോൾ തന്നെ നമ്മുടെ ഹോളിന് ഇടയില്ല. ഇനി ആത്മാക്കൾ വന്നാൽ എവിടെ ഇരിക്കും അല്ലേ? നമുക്ക് അതിനുള്ള വിശാലത കർത്താവ് തരട്ടെ. വലിയ ഹോള് നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരട്ടെ. ഒരുമിച്ച് വിശാലമായി ഇരുന്ന ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ അവസരം ദൈവം തരട്ടെ എന്ന് ഞാനും ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് USA ചെന്നതായ സമയത്ത് ഒറിഗൺ സ്റ്റേറ്റിലെ പോർട്ട്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ അങ്കിളും ആന്റിയൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒരു ദിവസം സൈറ്റ് സീയിങ് കൊണ്ടുപോയ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാൽമൺ ഫിഷ്. അത് കഴിക്കാത്തവരാരും കാണില്ലെന്നാണ് എന്റെ ചിന്ത. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം സുലഭമായി കിട്ടുന്ന ഒന്നാണ് സാൽമൺ ഫിഷ്. അതിനെ വളർത്തുന്നതായ ആ വളർത്തിൽ നിന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ കാണിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, എന്ത് തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലായി. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്നുള്ളതായ ആ വാക്യം എനിക്ക് ശരിയായി മനസ്സിലായി എന്ന് ഞാൻ അൻപനോട് പറയുവാനിടയായി. അതായത് ഈ മീനൊക്കെയും അവിടെ അതിനെ മുട്ട വിരിച്ച് അവിടെ വളർന്നതിന് ശേഷം ഒരു 3-4 മാസമായി കഴിയുമ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങളായി ഒരുമാതിരി ഇതായി കഴിയുമ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക പാത്തിൽ കൂടെ നേരെ പോവുകയാണ് നടുക്കടലിലേക്ക്. അത് അങ്ങോട്ട് ഒഴുക്ക് അനുകൂലമായിട്ടാണ് അങ്ങോട്ടുള്ളത്. അതുകൊണ്ട് ഒഴുക്കിന് അനുകൂലമായിട്ട് ഇതുങ്ങളെല്ലാം നടുക്കടലിലേക്ക് പോവുകയാണ്. നടുക്കടലിലേക്ക് ചെന്ന് അവിടെ തുടർന്നുള്ള ജീവിതം അതിന്റെ അവിടെയാണ്. ആ ജീവിതത്തില് ഏതാണ്ട് 2 വർഷത്തോളം അവിടെ ആയിരിക്കും. അതിന്റെ പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ ഈ മീനുകളെല്ലാം തിരിച്ചു വരിക. ലോകത്തിൽ സാൽമൺ ഫിഷ് അല്ലാതെ മറ്റൊരു മീനും അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തിരിച്ചു വരിക. തിരിച്ചു വന്ന് ഞങ്ങൾ കണ്ടു. തിരിച്ചു വരുന്ന മീനുകളെയും ഞങ്ങൾ കണ്ടു. തിരിച്ചു വരുന്ന മീനുകളിലെ പലതിന്റെയും അതിന്റെ പല തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. അതിന്റെ ചിറക് കുറെയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ശരീരത്തിൽ മുറിവുണ്ട്. ഇതൊക്കെയാണെങ്കിലും കാരണം ആ പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ച് മടങ്ങി വരുന്നത് കൊണ്ട് അതിനങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ട് ഏതൊരു യജമാൻ തന്നെ വളർത്തി വിട്ടുവോ ആ യജമാനു വേണ്ടി വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തങ്ങളുടെ ജീവനെ അർപ്പിക്കുവാൻ വേണ്ടി വരുന്നതായ ഈ മീനെ അവര് പിടിച്ചിട്ട് അതിന്റെ വയറ് കീറി മുട്ടകൾ പുറത്തെടുക്കുന്നു. തുടർന്ന് അതിന്റെ മാംസം അതെല്ലാം കണ്ടിച്ച് പല പാക്കറ്റുകളിലാക്കി നമ്മുടെയൊക്കെ മുമ്പിൽ തീന്മേശയിലേക്ക് അത് വരികയാണ്. ഈ കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനാണ് വിചാരിച്ചത്. ഈ
മീന്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒത്തിരി ബന്ധമുള്ളതായിട്ട്, ഒരു ദൈവവൈദ്യന്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതായിട്ട് എനിക്കവിടെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അതിലൊന്നിന്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇതിനൊരു യജമാനുണ്ട്. ഒരു അതിനെ വളർത്തിയതായ ഒരു യജമാനുണ്ട്, അതിനെ മുട്ട വിരിയിച്ച് വളർത്തിയതായ ഒരു യജമാനുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഈ കുഞ്ഞുങ്ങളുടെ ഈ മീനിന്റെ ജീവിതം. ദൈവമക്കളെ, അത് തന്നെയല്ലേ നമ്മുടെ കാര്യം. നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്കുള്ളതായ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, മറ്റാർക്കും ഇല്ലാത്തതായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു മനുഷ്യർക്കില്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കൊരു യജമാനുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ തന്നതായ ഒരു യജമാനുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു യജമാനുണ്ട്, നമ്മെ കരുതുന്ന ഒരു യജമാനുണ്ട്, നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു യജമാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. രണ്ട്, ഇതിന് നടുക്കടലിലേക്ക് കടന്നു പോകുമ്പോൾ, നടുക്കടലിൽ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റുള്ള മത്സ്യങ്ങളുമായിട്ട്. അത് സെപ്പറേറ്റ് അല്ല ജീവിക്കുന്നത്, മറ്റുള്ള മത്സ്യങ്ങളുമായിട്ട്. പക്ഷേ ആ ജീവിതത്തിലെല്ലാം അതിന്റെ ഉള്ളിൽ അകത്തുള്ളത് എന്താണെന്നറിയാമോ? അതിനൊരു ലക്ഷ്യമുണ്ട്. ചുമ്മാ തന്നെ ജീവിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ ഇത് തിരികെ പോകണം. അതുപോലെ ദൈവമക്കളെ, നമ്മളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ നടുക്കടലില് നമ്മൾ മറ്റെല്ലാവരുടെയും കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, പലവിധമായ സാഹചര്യങ്ങളിൽ കൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യബോധമുള്ളവരായിരിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി ജീവൻ തന്നതായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഒരിക്കൽ തിരികെ ചേരേണ്ടവരാണ്. ഒരിക്കൽ ന്യായവിധിയുടെ ദിവസമുണ്ട്, അന്ന് നാം അവിടെ ചെന്ന് നിൽക്കേണ്ട ദിവസമുണ്ട്. ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം. നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ലക്ഷ്യബോധം എന്താണ്? ഈ ഭൂമിയില് ചിലതൊക്കെ വാരിക്കൂട്ടി, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വലിയ ധനികരായി, സമ്പന്നരായി, ഈ ഭൂമിയിൽ മറ്റുള്ളവരാൽ അറിയപ്പെട്ടവരായി, അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമകളായി തീരുവാനല്ല. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ഇഴുകി ചേർന്ന് ലോകപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്. നാം യജമാന്റെ അടുത്ത് ഒരിക്കൽ തിരികെ തിരികെ. മൂന്നാമതായിട്ട് ഇതിനൊരു ജീവിതം എന്ന് പറയുന്നത്, ഇത് മറ്റു മത്സ്യങ്ങളുമായി അതിന്റെ പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ എന്തെടുക്കുന്നറിയാമോ? അത് തിരികെ പോരുകയാണ്. നമ്മുടെ പൂർണ്ണ വളർച്ച ഇതുവരെ ആയിട്ടില്ല. നമുക്കൊരു പൂർണ്ണ വളർച്ചയാതൊരു ദിവസമുണ്ട്. അന്നേരം നമുക്കൊരു ശബ്ദം കേൾക്കാം, ഇവിടെ കയറി വരുവീ എന്നുള്ളതായ മനോഹരമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ വളർച്ചയായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ നിത്യതയിലേക്ക് മരണം വഴിയായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നമ്മുടെ പൂർണ്ണ വളർച്ചയായി കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ആ പൂർണ്ണ വളർച്ച വരെയും ലക്ഷ്യബോധത്തോടു കൂടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി, എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാനാണ് ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് വാഗ്ദാനം. ഇവിടെ തിരികെ വരുന്ന മത്സ്യങ്ങളെ ഞങ്ങൾ കണ്ടതായ സമയത്ത് ഞങ്ങൾ കണ്ടു, അതിന്റെ ശരീരത്തിൽ ഞാൻ പറഞ്ഞില്ല, പലവിധമായ മുറിവുകളും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതെല്ലാം സഹിച്ചതിന് വേണ്ടിയാണെന്നറിയാമോ? ആ ലക്ഷ്യബോധത്തിലേക്ക് തിരികെ വരാൻ. ദൈവമക്കളെ, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. നമ്മൾ ലോകത്തിനെതിരെ നീന്തുന്നതായ സമയത്ത് ഇത് വെള്ളത്തിന് അനുകൂലമായിട്ടുള്ള നീന്തല്ല, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള നീന്തല്ല. തിരികെ വരുന്നത് ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത്. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ പലവിധമായ മുറിവുകൾ ഉണ്ടാകാം, പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പലവിധമായ പീഡകൾ ഉണ്ടാകാം. ഈ പീഡകളൊക്കെ സഹിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയില് പല ദൈവദാസന്മാരും പലവിധമായ പീഡകൾ അനുഭവിക്കുന്നു. ഞങ്ങൾക്കൊക്കെ അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ എന്തുകൊണ്ട് സന്തോഷത്തോടെ സഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഇതെല്ലാം ബുദ്ധിമുട്ടും സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്നലെ പറഞ്ഞതുപോലെ പലവിധമായ വിഷയങ്ങളെല്ലാം നാം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ലക്ഷ്യബോധത്തിൽ ഒരിക്കൽ ഞാൻ എത്തിച്ചേരും. ആ ലക്ഷ്യബോധത്തിൽ എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഞാൻ ആയി തീരുമെന്നുള്ളതായ വലിയ പ്രതീക്ഷയോടുകൂടി, പ്രത്യാശയോടുകൂടിയാണ് ആ യാത്ര. അവസാനം ഇത് വന്ന്
എന്താ ചെയ്യുന്ന അറിയാമോ? ഈ മീനുകളെ എല്ലാം കൂടെ പിടിച്ചിട്ട് അതിന്റെ വയറ് കീറി ഒരു മുട്ടകളെല്ലാം പുറത്തെടുക്കുകയാണ്. അതെന്താ കാണിക്കുന്ന അറിയാമോ? ഈ മുട്ടകൾ അതിന് എവിടുന്നുണ്ടായെന്നറിയാമോ? നടുക്കടലിലെ അതിന്റെ ജീവിതത്തിൽ അത് സമ്പാദിച്ചത്. അതാദ്യമേ യജമാനം കാഴ്ചവെക്കുക. അതിനുശേഷമാണ് അതിന്റെ ശരീരം അല്ലെങ്കിൽ അതിന്റെ മാംസമെല്ലാം പലവിധമായ പാക്കറ്റുകളിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ വിളിച്ചറിയിക്കുന്ന വലിയൊരു വിഷയമുണ്ട്. ഈ ലോകത്തിലെ ജീവിതത്തിൽ കൂടി ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നീ എനിക്ക് തന്ന മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട്, നീ എനിക്ക് തന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ നേടിയ ആത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ട്. 50 വർഷം ഞാൻ ജീവിച്ചു, 50 വർഷം ഞാൻ ദൈവത്തിനായി ജീവിച്ചു, രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷം ഞാൻ ഭൂമിയിൽ ജീവിച്ചു, അല്ലെങ്കിൽ 25 വർഷം ജീവിച്ചു, 10 വർഷമേ എനിക്ക് ലഭിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി എന്ത് നേടി? ഈ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി എന്ത് നേടി? എത്ര ആത്മാക്കളെ നേടി? നമ്മൾ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു പുതിയ ജനറേഷനെ കർത്താവിന് വേണ്ടി നേടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓ, ദൈവസന്നിധിയിൽ ചെന്ന് നമുക്ക് എല്ലാവർക്കും നമുക്ക് നന്നായിട്ട് അറിയാം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കുമായി നിയമിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആർക്കും തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല. ആ ന്യായവിധിയുടെ ദിവസത്തില് നമുക്ക് സന്തോഷത്തോടുകൂടി കർത്താവേ, എനിക്ക് ഇത്രയും ആയുസ് ഭൂമിയിൽ തന്നു, ഈ ആയുസ് കൊണ്ട് ഞാൻ നേടിയ ആത്മാക്കളാണ് ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ വിശാലമായ ഫീൽഡാണ് കിടക്കുന്നത്. എത്രയോ വ്യക്തികൾ ഇതുവരെ കർത്താവിനെ അറിയാത്ത എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഇതിന്റെ ഭാരം ആരേറ്റെടുക്കും? ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ലജ്ജിതരായി നിൽക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ലജ്ജിതരായി നിൽക്കുവാൻ ഇടയാകരുത്. എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുവാൻ ഇടയാകരുത്. ആത്മാക്കളെ നേടുന്നവരായി അതിനുശേഷം ഇവിടെ മീൻ ചെയ്യുന്ന ആന്റെ ശരീരവും അവിടെ യജമാനു വേണ്ടി സമർപ്പിക്കുക. അതാണ് യജമാന്റെ ലാഭമായി മാറുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം കൊണ്ട് യജമാനു വേണ്ടി ലാഭം ഉണ്ടാകണം. നമ്മുടെ ജീവിതം കൊണ്ട് യജമാന് ചില ആത്മാക്കളെ ആ ദൈവം കർത്താവ് ചെയ്ത പ്രവൃത്തി, ബാക്കി പ്രവൃത്തി നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യജമാനു വലിയ ലാഭമായി മാറുക. നമുക്ക് അങ്ങനെയായി തീരുവാൻ ഇടയായി തീരട്ടെ. ഞാൻ എന്റെ സമയത്ത് വിരാമം കുറിക്കുവാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ഓർപ്പിക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ ഇപ്രകാരം ഒരു പാട്ടുണ്ടല്ലോ, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്നറിയും. ഈ നശ്വരമായ ലോകം നമ്മൾ വിട്ടുപിരിയുന്ന ഒരു ദിവസമുണ്ട്. വിട്ടുപിരിയുമ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നാം നേടിയ ആത്മാക്കളെ കർത്താവിന് വേണ്ടി കാഴ്ചവെക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആ ഒരു സ്റ്റാൻസ മാത്രം ഇപ്പോൾ പ്രിയ സഹോദരന്മാരത് പാടുന്നതായിരിക്കും. നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിനോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കത് പാടാം. ഞാൻ എന്നെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കും, ഇല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമായി മാറട്ടെ. ആ മരണം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് അങ്ങനെയായി തീരാം. നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി പാടാം.